എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, വിശ്വാസത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് വിശ്വാസം ലഭിക്കുന്ന അനുഭവമാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ലഭിച്ച വിശ്വാസത്തെ വളർത്തുന്ന നിലപാടുകളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പം മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ മരിച്ചാലും വിശ്വാസം വഴി ഒരു വ്യക്തി ജീവനിലേക്ക് കടന്നു വരും. അങ്ങനെ ജീവനിലേക്ക് കടന്നു വരുന്ന വ്യക്തി പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കും, വളരും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതാണ്. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് യാക്കോബ് പറയുന്നത്. അതെ, നമ്മുടെയൊക്കെ വിശ്വാസത്തെ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് വിശ്വാസം. പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചൊരു വിശ്വാസമാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചതാണ് വിശ്വാസം. പക്ഷേ ഈ വിശ്വാസം പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോഴും വിശ്വാസം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവോ, യേശുവിൽ ആശ്രയിച്ച് നിൽക്കുന്നുവോ, അതോ ഞാൻ ലോകത്തിൽ ആശ്രയിക്കുന്നു? അവിടെയാണ് യാക്കോബ് പറയുന്നത്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ഈയിടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിനകത്ത് ഭീകരപ്രവർത്തകർ 2 സുവിശേഷ പ്രഘോഷകരെ പിടികൂടി. അവരൊരാളോട് ചോദിച്ചു, ഹൂ ഈസ് യുവർ ഗോഡ്? നിൻ്റെ ദൈവം ആരാണ്? ഈസ ഓർ അള്ള? മറുപടി പറയാൻ ധൈര്യമില്ലാതെ അയാൾ കുഴങ്ങുകയാണ്. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, ഹൂ ഈസ് യുവർ ഗാഡ്? ആരാണ് എൻ്റെ ദൈവം? ഈസ ഓർ അള്ള? അവൻ ധീരതയോടെ പറഞ്ഞു, ഈസ ഈസ് മൈ ഗാഡ്. ഈസ ഈസ് ദ ഓൺലി ഗാഡ്. അപ്പോഴേ അവൻ്റെ കഴുത്തിൽ കത്തി വീണു. കഴുത്ത് ഛേദിക്കപ്പെട്ട അവൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചോദ്യം അതല്ല. ഇന്നും ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആരാണ് എൻ്റെ ദൈവം? ഈശോയാണോ അതോ ലോകമാണോ? ലോകത്തിന് വേണ്ടിയാണോ നീ നിലകൊള്ളുന്നത്, അതോ ഈശോയ്ക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? ഈ പരീക്ഷണത്തിന് മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നഷ്ടമാവുകയില്ല. ആ വ്യക്തി ഈശോയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് അസന്നിഗ്ധമായിട്ടാണ്. അവിടെ ഒരു സന്നിഗ്ധതയുമില്ല. കാരണം ജീവൻ നഷ്ടപ്പെടും. ഈ താൽക്കാലിക ജീവൻ നഷ്ടപ്പെട്ടാലും നിത്യജീവൻ ലഭിക്കുമെന്ന ഉറപ്പ് അവനുണ്ട്. കാരണം ഈശോ തന്നെയാണ് നിത്യജീവൻ. നിത്യജീവനെയാണ് ആ വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാണ് വഴിയും സത്യവും ജീവനും. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ ഈശോയിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ആശ്രയിക്കുന്നതെങ്കിൽ, മരണശേഷവും ആ വ്യക്തിക്ക് ജീവിതമുണ്ട് എന്ന ആ വ്യക്തി അനുഭവിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് അവിടെ ഈശോയാണ് എൻ്റെ ദൈവം എന്ന് തുറന്ന് പറയാൻ, ഏറ്റുപറയാൻ, പ്രഖ്യാപിക്കുവാൻ ആ മനുഷ്യനെ സഹായിച്ചത്. ഇതുപോലെ ഓരോ ദിവസവും നമ്മളോടും ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ ദൈവം?
ലോകമാണോ അതോ ഈശോയാണോ? അങ്ങനെയെങ്കിൽ ഈശോ ആണ് എൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? ലോകത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ വേണ്ട, എനിക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ലെങ്കിൽ വേണ്ട, പരിഗണന കിട്ടിയില്ലെങ്കിൽ വേണ്ട, എനിക്ക് കിട്ടേണ്ട സമ്പത്ത് കിട്ടിയില്ലെങ്കിൽ വേണ്ട, എനിക്കെൻ്റെ ഈശോയെ മതി എന്ന നിലപാടെടുക്കുന്ന ഓരോ വ്യക്തിയും അപ്പോൾ തന്നെ ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കുകയാണ്. സംഘർഷം ആ വ്യക്തിക്ക് നീങ്ങിക്കിട്ടുകയാണ്. കാരണം ആ വ്യക്തി തീരുമാനമെടുത്തു, എനിക്ക് ഈശോ മതി, എനിക്ക് ഈശോ മതി. ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം ഒരു തീരുമാനമെടുക്കലിലൂടെ അദ്ദേഹം നേട്ടമുണ്ടാക്കി, ദൈവത്തെ നേടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആവലാതികളും പരാതികളും പരിഭവങ്ങളും കുറ്റം വിധികളും വിമർശനങ്ങളും വഴക്കും പിണക്കവുമായി നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹം ഈശോയെ ഓപ്റ്റ് ചെയ്തില്ല. ലോകത്തെ ഓപ്റ്റ് ചെയ്തു, പക്ഷെ ലോകത്തെ കിട്ടിയില്ല. ലോകത്തെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വ്യക്തി ദുഃഖിക്കുന്നതിനാണ്, അതിൻ്റെ പേരിൽ ആ വ്യക്തി വേദനിക്കുന്നതിനാണ്. കാരണം അദ്ദേഹം ആശ്രയിക്കുന്നത് ലോകത്തെയാണ്, ലോകത്തിൻ്റെ അംഗീകാരമാണ്, ലോകത്തിൻ്റെ പരിഗണനയാണ്, ലോകത്തിൻ്റെ മുമ്പിലുള്ള സൽപ്പേരാണ്. ഈശോ പറഞ്ഞ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവസാനത്തെ ആളാകണം. അവസാനത്തെ ആളാകാൻ ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനാകണമെന്ന് ഈശോ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളെ കൊച്ചാക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, അസ്വസ്ഥരാകുന്നത്? കാരണം ഈശോയുടെ മുമ്പിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നില്ല, ഈശോയുടെ പ്രീതി ആഗ്രഹിക്കുന്നില്ല, ഈശോയുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഈശോയുടെ അംഗീകാരം മതിയെന്ന് വെക്കാൻ തയ്യാറല്ല. നശിച്ചു പോയ ലോകത്തെയാണ് ആ വ്യക്തി ഏറ്റവും വലിയ പരിഗണന കൊടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. നഷ്ടങ്ങളിലേക്ക് നോക്കിയിരുന്ന് കരയുന്നവരെല്ലാം ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണ്. ഹൂ ഈസ് യുവർ ഗാഡ്, ജീസസ് ഓർ അള്ളാഹ് എന്ന ചോദ്യം തന്നെയാണ് ഇവിടെയും. ഈശോയാണ് എൻ്റെ ദൈവം എന്ന് ആത്മാർത്ഥതയോടെ പറയുന്നയാൾ തീർച്ചയായിട്ടും നഷ്ടത്തിലേക്ക് നോക്കുകയില്ല. ഓരോ നഷ്ടവുമാണ് നമുക്ക് ഈശോയെ നേടാൻ പറ്റുന്ന അനുഭവങ്ങൾ. അതുകൊണ്ടാണ് സഹനം നമുക്ക് പ്രയോജനകരമാകുന്നത്. നീ മനുഷ്യപുത്രനെ പ്രതിയാണോ ജീവിക്കുന്നത് എങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചായിട്ട് കരുതുകയും തിരസ്കരിക്കുകയും സർവ്വതും വ്യാജമായി നിങ്ങൾക്കെതിരെ കെട്ടിച്ചമയ്ക്കുകയും ചെയ്യാത്ത കുറ്റം ചെയ്തുവെന്ന് നിൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം വരും. കാരണം എന്താ? ഞാൻ ലോകത്തെ ഉപേക്ഷിച്ചതാണ്, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരം മതി, ദൈവത്തിൻ്റെ പരിഗണന മതി, എൻ്റെ ദൈവം ഈശോയാണ്, എനിക്ക് ഈശോയെ മതി എന്ന നിലപാടെടുക്കുവാൻ ഇങ്ങനെയൊരവസരം നല്ലതാണ്. മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വീണ്ടും വരാം. താൻ ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുവാൻ ഏറ്റുപറയാനൊരു അവസരം കിട്ടി. ഈസ ഓർ അള്ളാഹ് എന്ന ചോദ്യത്തിന് മുമ്പിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് ധീരതയോടുകൂടി ഈശോയാണ് എൻ്റെ ദൈവം എന്ന് പറയാൻ സാധിച്ചത്. നഷ്ടം മുന്നിൽ കണ്ടുകൊണ്ടാണത് പറയുന്നത്. പക്ഷേ ഒരു വശത്ത് നഷ്ടം ഉണ്ടാകുമ്പോൾ മറുവശത്ത് കിട്ടുന്ന നിത്യജീവനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ പ്രതിയോ എൻ്റെ സുവിശേഷത്തെ പ്രതിയോ നിനക്കൊരു നഷ്ടമുണ്ടായാൽ നഷ്ടപ്പെട്ടതിൻ്റെ അനേകമടങ്ങും നിത്യജീവന് ഞാൻ നിനക്ക് തരുമെന്ന്. ഇത് വാഗ്ദാനമാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതാണ്. ആ പരീക്ഷണത്തിന് മുമ്പിൽ ഈശോയാണ് എൻ്റെ ദൈവം, എനിക്ക് ഈശോയെ മതിയെന്ന് പറയുവാൻ ഒരാൾക്ക് സാധിച്ചാൽ അവിടെയാണ് ആ വ്യക്തി വിശ്വാസത്തിൽ വളരുന്നത്. അങ്ങനെ വിശ്വാസം രക്തസാക്ഷിത്വത്തോളം വളരേണ്ടതാണ്. അങ്ങനെ വളരണമെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളെ പ്രതി സന്തോഷിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്തവൻ മരിക്കുകയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ വിശ്വാസത്തെ
അനുദിന ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിൽ വളരാൻ നമുക്കിടയാകട്ടെ. ആമേൻ.